കൃഷ്ണദ്വൈപായനം വ്യാസം സർവലോകഹിതേരതം വേദാബ്ജഭാസ്കരം വന്ദേ ശമാധിനിലയം മുനിം. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സുഹൃതികളായ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ സുപ്രഭാത വന്ദനം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ, നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു അതിഥി രൂപേണ വരാനും നിങ്ങളുടെയൊക്കെ സുഹൃത്തായി മാറാനും സാധിച്ചത് ജന്മാന്തരേ ഭവേത് പുണ്യം. അതാണ് പൈതൃകം, അതാണ് ഏവം പരമ്പരാപ്രാപ്തം. നിങ്ങൾക്കും പരമ്പരാപ്രാപ്തമായ സംസ്കൃതി, എനിക്കും പരമ്പരാപ്രാപ്തമായ സംസ്കൃതി. ആ സംസ്കൃതിയാണ് നമ്മെ ഇവിടെ എത്തിച്ചത്. വ്യാസോച്ഛിഷ്ടം ജഗത്സർവം വ്യാസായ വിഷ്ണുരൂപായ. സാക്ഷാൽ വ്യാസൻ തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു. ബാദരായണൻ ബദരീനാഥനിൽ നിന്നും അവതരിച്ചത് ബാദരായിണി. ബദരീനാഥനിൽ അവതരിച്ച് ബദരീനാഥനെ തന്നെ വിലയിച്ച് തൊട്ടടുത്ത് അളകനന്ദ, അതിൻ്റെ അപ്പുറത്ത് സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് ഇദ്ദേഹം എഴുതിയ സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ സർവസ്വമായ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അതുപോലെ തന്നെ പഞ്ചമ വേദമെന്ന് പ്രശസ്തിയാർജിച്ച മഹാഭാരതവും. ഈ മഹാഭാരതത്തിലാണ് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത മാതാവിൻ്റെ അവതാരം. ഈ ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായമാണ്. 10ാമത്തെ അധ്യായം വിഭൂതി യോഗമാണ്. ഭഗവാന്റെ വിഭൂതി വിവിധങ്ങളായ സൗന്ദര്യവും വിവിധങ്ങളായ ഐശ്വര്യവും വിവിധങ്ങളായ ഊർജ സ്രോതസ്സും വേദവ്യാസ ഭഗവാൻ വരച്ച് കാണിച്ചു തന്നു. അതിനുശേഷം ഈ തിയറിക്കലായി ഉള്ള വിഭൂതി അർജുനൻ്റെ ആഗ്രഹപ്രകാരം പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നു. വിശ്വരൂപ ദർശന യോഗം എന്ന 11ാമത്തെ അധ്യായം. ഏവം പരമ്പരാപ്രാപ്തമായ ഈ സംസ്കൃതി നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളിൽ എത്തിക്കണം. കാരണം ഇതിൻ്റെ ശാസ്ത്രീയത, അത്രയധികം ശാസ്ത്രീയതയാണ് ഈ വേദങ്ങളിലും ഭഗവത്ഗീതയിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 11ാം അധ്യായം. ശരണമയ്യപ്പ. ഐൻസ്റ്റീൻ്റെ E=mc². ഈ ഐൻസ്റ്റീൻ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും പഠിക്കുകയും
ഈ 11-ാം അധ്യായം ജൂതനായ ഐൻസ്റ്റീൻ കോസ്മിക് റിലീജിയൻ എന്ന ഒരു മതം രൂപീകരിക്കുകയും ശരണമയ്യപ്പ ഈ മതത്തിൻ്റെ ഗ്രന്ഥമായി 11-ാം അധ്യായം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. വേദങ്ങളിൽ വളരെ വിശിഷ്ടമായി ഋഷീശ്വരൻ്റെ ദർശനമാണ് ഈ വിശ്വരൂപ ദർശനം. അത് വേദങ്ങളാകുമ്പോൾ വിരാട് പുരുഷ ദർശനം എന്ന് പറയും. നമ്മുടെ പുരുഷ സൂക്തത്തിലൊക്കെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുദോവൃത്വ അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതയ്യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യഥന്യേന തിരോഹതി യഥാ വനസ്യ മഹിമ ത്യജ്യ യക്ശ്ച പുരുഷ പാദോസ്യ വിശ്വാൻ ഭൂതാനി ത്രിപാദസ്യാൽ അമൃതം ദിവി. പഠിക്കണം. പാദോസ്യ വിശ്വാൻ ഭൂതാനി. ഈ ഭൂതങ്ങളൊക്കെ പ്രപഞ്ചം മുഴുവൻ 1/3 പാർട്ട് ഉപയോഗിച്ചിട്ടാണ് വിരാട് പുരുഷനായ ഈ ജഗദീശ്വര സങ്കല്പം. അതിൽ 1/3 ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് തിയറിക്കലായിട്ടുള്ള വിഭൂതി ദർശന യോഗത്തിൽ ഏകംശേന സ്ഥിതോ ജഗത്ത്, എൻ്റെ ഒരു അംശത്തിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്, ഞാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിരാട് പുരുഷ സങ്കല്പത്തിൽ വിവിധം ഭവതി ഇതി വിരാട്, ഈ ഏകത്വമായ പുരുഷൻ പലതായി നമ്മളെ ബിഗ് ബാങ് തിയറി മക്കളോട് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് അടിച്ചു തരും എന്താണെന്നുള്ളത്. സോ കാമായ ബഹുസ്യാം പ്രചായത, ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് പരബ്രഹ്മം സ്വയം ആഗ്രഹിച്ചു. അത് വേദങ്ങൾ പറയുന്നു. എട്ടുകാലിയുടെ ശരീരത്തിൽ നിന്നും 8 കാലി വലയുണ്ടാക്കി അത് ശരീരത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു. വേനൽക്കാലത്ത് ഈ മണ്ണിൽ ചെടികളൊന്നുമില്ല, മഴ പെയ്യുമ്പോൾ അവിടെയൊക്കെ ചെടി കിളിർത്ത് വരുന്നു. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് താടിയും മീശയൊന്നുമില്ല, പിന്നീട് ഈ താടിയും മീശയും കിളിർത്ത് വരുന്നു. ചെറിയ കുട്ടികൾക്ക് വലിയ സ്ഥനമില്ല, പിന്നീട് സ്ഥനം വളർന്നു വരുന്നു. ഇതുപോലെ സോ കാമായ ബഹുസ്യാം പ്രചായതേ, ആ പരബ്രഹ്മം പലതായി ഭവിച്ചു. അതാണ് വിശ്വരൂപ ദർശനയോഗം. അപ്പോൾ ഈ 11-ാം അധ്യായത്തിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഉറക്കം നഷ്ടപ്പെട്ട ആധുനിക സമൂഹത്തിന് ഉറക്കം വരാൻ, ഉറക്കത്തിന് വേണ്ടി ഒരു സ്ലീപ്പിംഗ് പിൽസായി ഈ 11-ാം അധ്യായം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആധുനിക മനുഷ്യന് ഉറക്കമില്ലായ്മ എന്ന മഹാരോഗം ഇപ്പോൾ ഇവിടെ വരുമെന്ന് 5151 വർഷം മുന്നേ പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണുകൊണ്ട് വേദവ്യാസ ഭഗവാൻ വരച്ചു വെച്ച ചിത്രമാണിത്. അപ്പോൾ ഉറക്കം വരാത്ത വ്യക്തികൾക്കും സുഖമായി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവനവൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പ്രാക്ടിക്കലായി ഉപയോഗിച്ചു നോക്കാവുന്നതാണ്. കാരണം ആധുനിക മനുഷ്യൻ്റെ ജീവിത പ്രശ്നം, അവൻ്റെ 100,000 പ്രശ്നം, അവൻ്റെ സോഷ്യൽ മീഡിയകളുടെ അതിക്രമിച്ച് അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. മഹാരോഗങ്ങൾ അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. സാമ്പത്തിക പ്രശ്നം അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. സാമൂഹിക പ്രശ്നം അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. ലൈംഗിക പ്രശ്നം അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രശ്നം അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു.
രാഷ്ട്രീയ അന്ധതയിൽ നിന്നുള്ള കൊലപാതകങ്ങൾ, നിത്യേനയുള്ള കൊലപാതകങ്ങൾ അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. ആത്മഹത്യകൾ, സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ അവൻ്റെ ഉറക്കം നടക്കുന്നു. നിത്യേനയുള്ള അപകടങ്ങൾ അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഉറക്കം വരാതിരിക്കാൻ പ്രധാന കാരണം ഇവൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഇവൻ ഈ ഓരോ ജീവിത പ്രശ്നങ്ങളിലോട്ടും ടോർച്ചടിച്ച് ആ ജീവിത പ്രശ്നവുമായി തൊട്ടുരുമ്മി അതുമായി ലയിച്ചു ചേരുന്നത് കൊണ്ടാണ്. അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട്. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട്. ഈ സമയത്താണ് അനാവശ്യ ചിന്തകൾ മുഴുവൻ നമ്മളിലോട്ട് കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനമായി കിടക്കാൻ നമ്മൾ തല വെക്കേണ്ടത് കിഴക്കോട്ട് തലവെച്ച് കിടക്കണം. ഉത്തമം കിഴക്കോട്ട് തന്നെയാണ് ഉത്തമം. നോളജ് ഫ്രം ഈസ്റ്റ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനിരിക്കുന്നത് കിഴക്കോട്ടിരിക്കണം. പഠനത്തിൽ വളരെ ഉഷാറാകും. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ താരാട്ട് പാട്ടായി ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം പ്രാക്ടിക്കൽ വിഷ്ഡമായി ഉപയോഗിക്കാവുന്നതാണ്. യൂട്യൂബ് എടുക്കുക, ഭഗവത്ഗീത നടിക്കുക, 11-ാം അധ്യായം നടിക്കുക, വിശ്വരൂപ ദർശനം നടിക്കുക, വരും. അത് കേട്ടുകൊണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾ, ജനിച്ച കുട്ടികൾ 1 മുതൽ വയസ്സ് വരെ, ഒരു 3 വയസ്സ് വരെ കുട്ടികൾ കഠിനമായ ഉറക്കം, ഈ ഉറക്കം കൊതിയോടുകൂടി നമ്മൾ കാണാറുണ്ട്. ഉറക്കം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല. മറ്റൊന്നും കൊണ്ടുമല്ല, ഉറങ്ങുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ നമ്മളെ നശിപ്പിക്കുന്നില്ല, അനാവശ്യ ചിന്തകൾ നമ്മളെ തകർക്കുന്നില്ല, അനാവശ്യ ചിന്തകൾ നമ്മളെ നരകത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നില്ല. അതുകൊണ്ട് വേദങ്ങൾ പറയുന്നു, സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്തേ സ്വമായയാ കൽപ്പിതലോ ജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീന തമോഭിരൂപ സുഖരൂപമേ ഇതി. ആ ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന സുഖജീവിതം നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ ഇതാഗ്രഹിക്കാത്ത ആരുമില്ല. അപ്പോൾ കുട്ടികളെപ്പോലെ ഉറങ്ങണം. അപ്പോൾ ഈ കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് മെലാറ്റോനിൻ എന്ന ഹോർമോണ് ധാരാളം ഉൽപ്പാദിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക്. ആ ഹോർമോണിൻ്റെ പേര് ശ്രദ്ധിക്കണം, മെലാറ്റോനിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്. ഇത് വയസ്സാകുന്തോറും ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരും. കാരണം ഈ മെലാറ്റോനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പനിയൽ ഗ്ലാൻസ് ആണ്. അപ്പോൾ ഈ പനിയൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനം വയസ്സാകുന്തോറും കുറഞ്ഞു വരും. അപ്പോൾ ഉറക്കം കുറഞ്ഞു വരും. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഉറക്കമില്ലാണ്ടിരിക്കുമ്പോൾ പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്യും. പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ എഫക്റ്റ് ചെയ്യും. ഷുഗർ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഇനി ഈ പനിയൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനം കുറയുന്നതോടുകൂടി, ഈ മെലാറ്റോണിൻ കുറയുന്നതോടുകൂടി ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യതയുണ്ട്. പിന്നെ ഈ മെലാറ്റോനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടക്സ് അവിടെയാണ് പിന്നീട് ഈ മെലാറ്റോനിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, മനസ്സും ശരീരവും ബുദ്ധിയെയും എങ്ങനെ, ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഈ പിനിയൽ ഗ്ലാൻസിനെ ഉത്തേജിപ്പിക്കാം. ഇതാണ്
ഇതാണ് യൂറോപ്യൻ കൺട്രികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഈ 11-ാം അധ്യായത്തിൻ്റെ പ്രസക്തി. അപ്പോൾ മെയിൻ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഇത് കാലാന്തരത്തിൽ പ്രായമാകുമ്പോൾ ഇവ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ സ്ലീപ്പിംഗ് പിൽസ് അങ്ങോട്ട് കൊടുക്കും ഇവർക്ക്, ഈ കാരണവന്മാർക്ക്. ഇവരെവിടെയൊന്നും ഒതുക്കണ്ടേ, ബാക്കിയുള്ള ആൾക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ? അതില്ല, മറ്റവനില്ല, മകൻ ശരിയല്ല, മരുമകൾ ശരിയല്ല, കുഞ്ഞുങ്ങൾ ശരിയല്ല, കൊച്ചുമക്കൾ ശരിയല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഇന്ന്. അപ്പൊ ശരിയല്ലായ്മ ഈ വ്യക്തിയാണെന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ശരിയല്ല എന്ന് തോന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ, എല്ലാം ശരിയായി സമമായി എല്ലാത്തിനെയും ദർശിക്കണമെങ്കിൽ സാമവേദം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. കാരണം ജീവിതത്തിൻ്റെ സായങ്കാലത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്കായി ഇതിനെ കൊണ്ട് നടക്കണം. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസിലെ മെയിൻ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബെൻസോഡിയൻസ് പിനീസ് ആണ്. ബെൻസോഡിയൻസ് പിനീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പിനിയൽ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കാത്ത മെലറ്റോണിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ആൻറ്റി ഡിപ്രസൻസ്, മെയിൻ കണ്ടെയ്ൻസ് പിന്നെ ആൻറ്റി ഡിപ്രസൻസ് ആണ്. നമുക്കറിയാം ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഡിപ്രഷനുള്ള മരുന്നായ, വിഷാദ രോഗത്തിനുള്ള മരുന്നായ വിഷാദ യോഗമാണ്. അപ്പോൾ ഇവിടെ ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണിന് മെഡിക്കൽ സയൻസിന് നല്ലൊരു ടാബ്ലറ്റായി വിശ്വരൂപ ദർശന യോഗം നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ലൈറ്റൊക്കെ അടക്കുമ്പോൾ ഒരു ഇരുട്ട് വരും നമ്മുടെ ബെഡ്റൂമിൽ. ഈ ഇരുട്ടാണ് വ്യാസന് അനുഭവപ്പെട്ടത്. ഈ ഇരുട്ടിൽ നിന്നും തമോഭിഭൂത സുഖരൂപം, തമസിൽ നിന്നും ജ്യോതിർഗമയാം, മൃത്യോർമാം അമൃതംഗമയാം, തമസോമാ ജ്യോതിർഗമയാം, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലോട്ട്. അപ്പൊ മുന്നിൽ വ്യാസഭഗവാന് ഒരു ഇരുട്ട്. ആ ഇരുട്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ്. അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ടുള്ള ജീവിത പ്രശ്നങ്ങളെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ, ശരീര മനോബുദ്ധിയെ ഭ്രാന്തി പിടിപ്പിക്കുകയാണ്. വിശ്വരൂപ ദർശനത്തിലൂടെ ഈ വിശ്വത്തിൻ്റെ ഉഗ്രരൂപം കാട്ടി ഈ ജീവിത പ്രശ്നങ്ങൾക്ക്, ആ പ്രശ്നങ്ങളെ ഇവിടെ ഋഷി തരംതിരിച്ചു വിടുകയാണ്. മറ്റു ചില ഉഗ്രരൂപങ്ങൾ ജീവിത പ്രശ്നങ്ങളെക്കാൾ വലിയ, ഇത് മൈക്രോ ആണെങ്കിൽ അത് മൈക്രോ ആണെന്ന് മാത്രം, വിശ്വരൂപ ദർശനത്തിലൂടെ. അപ്പൊ ബുദ്ധിക്ക് നിരക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് നമുക്ക്. അപ്പൊ ബുദ്ധിക്ക് നിരക്കാത്തത് തിരമാലകൾ പോലെ അടിച്ചു വരുന്ന ജീവിത പ്രശ്നം, അഗ്നിപർവ്വതം പോലെ പൊട്ടി ഒഴുകുന്ന ജീവിത പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ഭഗവാൻ പറയുന്നു വിഗതജ്വര എന്ന്. അപ്പൊ സാമ്പാർ തളച്ചു പൊങ്ങുന്നത് പോലെ ശ്രീരാമകൃഷ്ണദേവർ പറയും, സാമ്പാർ തളച്ചു പൊങ്ങുന്ന കണക്കനെ സാമ്പാർ തിളക്കുന്നുണ്ട്, വെണ്ടക്ക തുള്ളുന്നുണ്ട്, അവിടെ പൊട്ടറ്റോ തുള്ളുന്നുണ്ട്, ഒനിയൻ തുള്ളുന്നുണ്ട്, വഴുതനങ്ങ തുള്ളി കളിക്കുന്നുണ്ട്, പാവയ്ക്ക തുള്ളി കളിക്കുന്നുണ്ട്, വെണ്ടക്ക തുള്ളി, ഇതെല്ലാം തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വരൂപ ദർശനം കാട്ടിക്കഴിയുന്നതോടുകൂടിയാണ്, വിശ്വരൂപ ദർശന യോഗത്തെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ എല്ലാ ലാംഗ്വേജുകളുടെയും മദർ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്, സംസ്കൃതമാണ്. എല്ലാ മതങ്ങളുടെയും, എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും മദർ ഓഫ് ഓൾ റിലീജിയൻ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മദർ ഓഫ് ഓൾ റിലീജിയൻ. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഹൈന്ദവ സംസ്കൃതിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ഈ മനസ്സിന് ഈ തിരമാലകൾ അടിക്കുന്നത് പോലെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭീകരമായ അവസ്ഥ,
ഭീകരമായ മരണം, ഭീകരമായ ജന്തുക്കള്, അങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ സാമ്പാർ തിളച്ചു പോകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫാക്കുന്നു. ഈ തിളക്കൽ മുഴുവനങ്ങൾ നിൽക്കുന്നു. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വാൻ ശത്രുൻ ഭൂത്വാം ശത്രുൻ ഭുക്ഷ രാജ്യം സമൃദ്ധം മയ്യൈ വൈദേ നിഹിതാപൂർവമേതൽ നിമിത്തമാത്ര ഭവസവ്യസാജിൽ. ഒന്ന് നിമിത്തമായിട്ട്, ഇനി ഒന്ന് ജസ്റ്റ് ഈ ഉറക്കമില്ലാത്ത മനുഷ്യൻ്റെ മനസ്സിനെ ഉറക്കത്തിലോട്ടൊന്ന് തള്ളി നീക്കുകയേ വേണ്ടൂ. നിമിത്തമാത്ര ഭവസവ്യസാജിൽ. നമ്മുടെ കുടുംബ പ്രശ്നത്തിൽ പോട്ടെ ചേട്ടാ, അത് പോട്ടെ, നമുക്ക് എങ്ങനെയായാലും ഉള്ളതുകൊണ്ട് ജീവിക്കാം. ഒരു സഹായം, ഭാര്യയുടെ സഹായം. നിമിത്തമാത്രം ഭവസവ്യസാജിൽ. കുടുംബ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ എടി ഏതായാലും പോട്ടെ, നമുക്കുള്ള കഞ്ഞി ഒന്നിച്ചു കുടിച്ച് ഒന്നിച്ചു കമിഴ്ന്ന് കിടന്നുറങ്ങാം. നിമിത്തമാത്ര ഭവസവ്യസാജിൽ. മകൻ്റെ പഠിത്തം ഇത്ര കുറവാണ്, A+ കിട്ടിയത് ഇത്ര കുറവാണ് എങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇനി അവനെ പീഡിപ്പിക്കണ്ട. നിമിത്തമാത്ര ഭവസവ്യസാജിൽ. പോട്ട മോനെ, അടുത്ത എക്സാമിൽ നമുക്ക് നേടാം. ഇങ്ങനെ ജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഭഗവത്ഗീതയിലെ ഈ വരി ഓർക്കണം. നിമിത്തമാത്ര ഭവസവ്യസാജിൽ. അർജുന, നീ നിമിത്തമായിട്ട് ഇവരെയൊക്കെ കൊന്നാ മതി. കാലോസ്മി ലോക ക്ഷേഗത് പ്രവൃത്തോ. ഞാൻ കാലരൂപത്തിൽ ഇവരെ ജനിച്ച അപ്പം തന്നെ കൊന്നിട്ടിരിക്കുന്നു. വ്യശേമ ദേവഹിതം യഥായു. വേദങ്ങൾ പറയുന്നു വ്യശേമ ദേവഹിതം യഥായു. ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുപോലെ ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. അപ്പോൾ നിമിത്തമാത്ര ഭവസവ്യസാജലി. നീ ഒരു നിമിത്തമായിട്ട് ഇനി ഉറക്കത്തിലോട്ട് മെല്ലെ അങ്ങോട്ട് മറച്ചിട്ടാൽ മതി. അപ്പോഴോ നിരിന്ധനൈവാനില. കത്തിയെരിഞ്ഞു ചാമ്പലായ വൈക്കോൽ കൂന പോലെ, കത്തിയെരിഞ്ഞു ചാമ്പലായ വനത്തെ പോലെ. ശാന്തോഹം ഹൃദിദോഷാണി വിജന അന്തശീതളയോം തപ്തോയം ശീതളം ജഗത്ത്. മനസ്സിൽ പരമശാന്തി ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ പരമശാന്തി ഉണ്ട്. അന്തവിഷയോപതപ്തോലം ദാവദാഹമയം ജഗത്ത്. അകത്ത് അഗ്നിയാണെന്നുണ്ടെങ്കിൽ കാടുകൾ മുഴുവൻ കത്തുന്നതായി തോന്നും. യോഗവാസിഷ്ഠത്തിൽ അതുകൊണ്ട് വസിഷ്ഠ ഋഷി പറയുന്നു മനസ്സ് ശാന്തമാക്കൂ, അപ്പോൾ ലോകം മുഴുവൻ ശാന്തമാകും. ഈ വിശ്വരൂപ ദർശന യോഗം കാണിച്ച് സാമ്പാർ തിളക്കുന്ന പോലെ തിളച്ച മനസ്സിനെ ഇപ്പോൾ പരമശാന്തിയിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതുപോലെ മനസ്സിനെ ഒരു സിസ്റ്റമാറ്റിക്കലായി കൊണ്ടുവരികയാണ്, ഒരു സ്ട്രക്ചറലായി കൊണ്ടുവരികയാണ്, അടുക്കും ചിട്ടയോടുകൂടി കൊണ്ടുവരികയാണ്. ഭഗവാനെ ശരണം പ്രാപിച്ച് മനസ്സ് ശാന്തമാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഭഗവാൻ സർവജ്ഞനാണ്. ഇനി അങ്ങനെ ശാന്തമാകുന്ന മനസ്സിൽ തെളിഞ്ഞു വരികയായി വ്യാസഭഗവാൻ വരച്ച നല്ലൊരു ചിത്രം. കിരീടിനം ഗദിനം ചക്ര ഹസ്തമിച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ. അപ്പോൾ കിരീടിനം ഗദിനം ചക്രഹസ്തം. കിരീടിയും ഗദിനം ചക്രപാണിയുമായ ശംഖൻ ചക്ര ഗദാപങ്കജത്തോടു കൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ രൂപം. ത്വം ദൃഷ്ടും അഹം ഇച്ഛാമി. അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭയന്ന് വിറച്ച ആ അർജുനൻ ഇപ്പോൾ പറയുന്നു എനിക്ക് ആ പരമശാന്തമായ ആ രൂപം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹവോ. ഇപ്പോൾ 4 കൈകൾക്ക് പകരം 10,000 കൈകളാണ്. 2 കണ്ണുകൾക്ക് പകരം കോടാനുകോടി കണ്ണുകളാണ്. ഭവ വിശ്വമൂർത്തയെ. ലോകം മുഴുവൻ ഭഗവാനായിട്ട് കാണുകയാണ്.
ഈശോവസ്യം ഇദം സർവം യക്കിഞ്ച ജഗത്യം ജഗൽ തേനെ ത്യക്തേന ഭുഞ്ജീത. ആ നിലയിലോട്ട് കണ്ടുവരുമ്പോൾ ത്വം ദൃഷ്ടും അഹം ഇച്ഛാമി, അങ്ങയെ ആ ചതുർഭുജേന കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കാണാൻ ആഗ്രഹിക്കാത്തവരാരാണ്? ഇപ്പോൾ ഈ ഉറങ്ങാൻ കിടക്കുന്ന ഓരോ മനുഷ്യ മനസ്സിനെയും പരമശാന്തിയിലേക്ക് നയിക്കുന്നു. ആദ്യം വിശ്വരൂപ ദർശനം കണ്ടപ്പോൾ അശാന്തമാണ്. അശാന്തമായ മനസ്സിനെ സാമ്പാർ തിളച്ച് പൊങ്ങുന്നത് പോലെയുള്ള മനസ്സിനെ ഗ്യാസ് ഓഫ് ചെയ്തപ്പോൾ തിളക്കുന്നത് നിന്നു. അതുപോലെ അശാന്തിയിൽ നിന്നും പരമശാന്തിയിലോട്ട്. അപ്പോൾ വിശ്വരൂപം ലോകം മുഴുവൻ മനസ്സ്, ബുദ്ധി, ബോധം ഈ പ്രപഞ്ചത്തിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ അശാന്തി വരുന്നു. അപ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പരമശാന്തിയിലേക്ക്, ഏകമായ മഹാവിഷ്ണുവിലോട്ട്. വിശ്വരൂപം ഭയം നൽകുന്നു, മഹാവിഷ്ണുവിൻ്റെ രൂപം പരമശാന്തിയിൽ നൽകുന്നു. അപ്പോൾ ഭയം കാരണം BP ഇപ്പോൾ 80 800 വർദ്ധിച്ചു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഈ രൂപം മനസ്സിൽ വ്യാസഭഗവാൻ വരച്ച ചിത്രത്തിലൂടെ തെളിഞ്ഞു വരുമ്പോഴേക്കും നോർമലായി. നേരത്തെ BP 200 2000 പൊങ്ങിയത് ഇപ്പോൾ 70, 120, 120, 70 ആ നോർമൽ കണ്ടീഷനിൽ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് മനസ്സിനെ ഉയർന്നു. മറ്റൊന്നുമല്ല, ഭഗവാൻ മറ്റൊരവസരത്തിൽ പറഞ്ഞു, അശാന്തസ്യ കുതസുഖം. അശാന്തിയാണ് സുഖമില്ലായ്മയ്ക്ക് കാരണം. അത് ജീവിത പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പരമശാന്തിയിലോട്ട് നീങ്ങിയപ്പോൾ സുഖം, ശാന്തി ഇത് ലഭിക്കാൻ തുടങ്ങി. അപ്പോഴോ ആ പ്രേമസ്വരൂപനായ ഭഗവാന്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഉപാസന ചെയ്യുമ്പോൾ ഭയത്തിൽ നിന്നും നിർഭയത്തിലേക്കും, നിർഭയത്തിൽ നിന്നും അഭയത്തിലേക്കും, ഭയമില്ലാത്ത അവസ്ഥയിലേക്കും, പരമശാന്തിയിൽ നിന്നും പരമാനന്ദത്തിലേക്കും ഓരോ മനുഷ്യ മനസ്സിനെയും ഉയർത്തുന്നു. അപ്പോഴോ വേദങ്ങൾ പറയുന്നു, ആനോ ഭദ്രകൃതവോ എന്തു വിശ്വത. ഈ ലോകത്തിലുള്ള മുഴുവൻ ശാന്തിയും സമാധാനവും അവനവൻ്റെ മനസ്സിലോട്ട് മെല്ലെ അരിച്ചിറങ്ങുകയായി. അപ്പോഴോ ഭദ്രം കർണേഭി പശ്യന്ത ഭദ്രം പശ്യമക്ഷഭിര്യജത്ര സ്ഥിരൈരംഗസ്തുഷ്ടാംശ വ്യശേമ ദേവഹിതം യഥായു. ഭഗവാൻ നൽകിയ അവസാന നിമിഷം വരെ എനിക്കിതുപോലെ പരമശാന്തമായി ഉറങ്ങാൻ സാധിക്കണമേ. അതിനാണ് നമുക്ക് ഈ ഈ ഈ 11-ാം അധ്യായത്തിലെ അവസാനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ പെനിയൻ ഗ്ലാൻസുകൾ മുഴുവൻ ഓപ്പണാകുകയായി. നമ്മുടെ ഓരോ കോശവും പരമശാന്തിയിലോട്ട് നീങ്ങുകയായി. നമ്മുടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടക്സ് ധാരാളം മെലറ്റോണിൻ എന്ന ഹോർമോണ് ധാരാളം ഉൽപ്പാദിപ്പിക്കുകയായി. അപ്പോൾ ഈ ബ്രെയിൻ സെറിബ്രൽ കോർട്ടക്സ് ഓപ്പൺ ആകുകയായി. ഈ സമയത്ത് ശ്രദ്ധിക്കണം, ആ മഹാവിഷ്ണു സുപരിചിതനായ ആ ഗുരുവായൂരപ്പൻ മനസ്സിലങ്ങടെ ധ്യാനിക്കുക. ആ അനന്തശായിയായ മഹാവിഷ്ണുവിനെ, പാൽക്കടലിൽ കിടക്കുന്ന ആ മഹാവിഷ്ണുവിനെ മനസ്സിലങ്ങടെ ധ്യാനം ചെയ്യുമ്പോൾ ശാന്താകാരം ഭുജഗശയനം ഉണ്ടല്ലേ, ശാന്താകാരം ഭുജഗശയനം, ശാന്തമായ ആകാരത്തിലോട്ട് മനസ്സിനെ കൊണ്ടുവന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം. അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള പ്രസന്നവദനം ധ്യായേ, വളരെ പ്രസന്നമായ മനസ്സാണ്. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകി,
എന്താണ്? പീതാംബരമായാണ് ആ ഭഗവാൻ അങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ശരണമയ്യപ്പ ഒരു സെക്കൻഡ്. ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭമരിതര കൗമോദകീ പങ്കജാനിയർദ്രാഹിഷ്ടൈർ ബാഹുദണ്ഡൈർധതമലിതമാപീതവാസോവസാനം ധ്യായേൽ സ്പായേൽ കിരീടോജ്വലമകരമഹാകുണ്ണലം വന്യമാലാ വത്സശ്രീ കൗസ്തുഭാഢ്യം സ്മിതമധുരമുഖം ശ്രീധരസ്വിഷ്ടപാർശ്വം നുമാമി. അല്ലയോ ഗുരുവായൂരപ്പ. ചേനാസ് തന്ത്രി അദ്ദേഹം ഗുരുവായൂരപ്പന് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണിത്. മേശാന്തിമാർ ഗുരുവായൂരപ്പന് ദിവസേന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണിത്. എത്ര സുഹൃതികളാണ് നിങ്ങൾ, എത്ര സുഹൃതികളാണ് ഞാൻ. ആ ഗുരുവായൂരപ്പനെ ആ ശംഖും ചക്ര ഗദാ പങ്കജവുമായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ മനസ്സിലങ്ങോട്ട് ധ്യാനിക്കുമ്പോഴേക്ക് ആ വെളുത്ത വാവിൻ്റെ ദിവസം ആകാശത്തുള്ള നീലാകാശ ആ പൂനിലാവ് പോലെയാണ്. അപ്പോൾ ശംഖനാദം മനസ്സിലങ്ങനെ ധ്യാനിക്കണം. മഹാവിഷ്ണുവിൻ്റെ എല്ലാ മംഗളകരമായ ആ ശംഖനാദം, പിന്നെ ചക്രം, പിന്നെ മനസ്സ് സുദർശനം. മനസ്സിൽ വരുന്ന ദർശനങ്ങൾ മുഴുവൻ സദ്ദർശനങ്ങളായി മാറും. അതാണ് സുദർശനം. ശംഖം ചക്ര ഗദ നമ്മുടെ മനസ്സിൽ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ ദുഷ്ട ദുരിത ദുസ്വപ്നങ്ങളെയും ആസുരീക വികാരങ്ങളെയും അടിച്ച് തകർത്ത് നീക്കുകയായി ഈ കൗമോദകി എന്ന ഈ ഈ ഈ ഈ ശംഖം ചക്ര ഗദ പങ്കജം. പിന്നെ ആ താമരപ്പൂവ്, ആ താമരപ്പൂവിൻ്റെ പത്മപത്രമിവംബസ. ആ പത്മപത്രം മനസ്സിനെ പരമശാന്തിയിലേക്ക് നയിക്കും. എങ്ങനെയാണോ ബ്രഹ്മണ്യതായ കർമാണി സംഘം ത്യക്ത്വാ കരോര്യ ലിപ്യതേ നസപാപേന പത്മപത്രമിവംബസ. ഞാൻ പറഞ്ഞതല്ല, കൃഷ്ണൻ പറഞ്ഞതാണ് ഭഗവത്ഗീതയിൽ. ചളി വെള്ളത്തിലുള്ള താമര എങ്ങനെയാണോ അതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ബോധത്തെയും പരമശാന്തിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ താമരയ്ക്കകത്തുള്ളത് എന്താണ്? തേനാണ്. അപ്പോൾ സ്വീറ്റ് ഡ്രീം മഹാവിഷ്ണുവിനെ സ്വപ്നം കണ്ടുകൊണ്ട് മനസ്സിനെ പരമശാന്തിയിലേക്ക് മെല്ലെ അങ്ങോട്ട് ഉറങ്ങുകയായി. അപ്പോൾ ആ പരമശാന്തമായ ആ മഹാവിഷ്ണുവിനെ, ആ ആ ആ അനന്തശായിയെ നമുക്കങ്ങനെ കണ്ടുകൊണ്ട് പരമശാന്തമായിട്ടുള്ള ഒരു ഉറക്കം. ഇത്രയും ശാസ്ത്രവും ശാസ്ത്രീയതയും ഒത്തിണക്കിക്കൊണ്ടാണ് ഇത് എന്ന് തിരിച്ചറിയണം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നടക്കില്ല. നമ്മൾ നടക്കാൻ പഠിക്കുന്നത് തന്നെ ഒരു 3 വയസ്സ് 4 വയസ്സായിട്ടാണ്. അതുപോലെ കുറച്ചധികം ദിവസങ്ങൾ ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. ഒരു 41 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി സന്തോഷമായി ആ മഹാവിഷ്ണുവിൻ്റെ